34. 17. അതല്ല അതെല്ലാം ഇപ്പൊ കേട്ടില്ലേ? MBA ഫിനാൻസ് എന്ന് പറഞ്ഞ ചന്ദ്രലേഖ. എനിക്കറിയണ ഒരു പെണ്ണുണ്ട് ചന്ദ്രലേഖ, ഇല്ല. ഇന്ദുലേഖയുടെ ചേച്ചി ചന്ദ്രലേഖ. മാക്സിമം ഞാന് വൃത്തികേടാക്കിയിട്ടുണ്ട്, നോക്ക്. ചപ്ര പോലെ ആക്കിയിട്ടുണ്ട്. ഹായ്, അസ്സലാം വലൈക്കും. ഇന്ന് നമ്മളൊരു 10 സെക്കൻഡ് ചലഞ്ച് ആയിട്ടാണ് വന്നിട്ടുള്ളത്. 10 സെക്കൻഡിന്റെ ഉള്ളിൽ ഇത് ആൻസർ പറയണം. ഫസ്റ്റ് ചോദ്യം നീ ചോദിച്ചോ. ഓക്കെ, ഫസ്റ്റ് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഫിലിം റിലേറ്റഡ് ആണ്. മോഹൻലാലിന്റെ മൂവീസ് ആണ് ഞാൻ ചോദിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്ന ലെറ്റർ, ആ ലെറ്റർ വെച്ചുള്ള മൂവീസ് പറയണം 10 സെക്കൻഡ്സിനുള്ളിൽ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സിമ്പിൾ എന്നൊക്കെ പറയും, എപ്പോഴും ടഫ് ഉള്ളതല്ല. അല്ലല്ല, അപ്പൊ ഞാൻ ലെറ്റർ പറയുമ്പോ അതിന്റെ ഒപ്പം ടൈമർ ഞാൻ സ്റ്റാർട്ട് ചെയ്യും. 10 സെക്കൻഡ്സ് ആണ്. ചോദ്യം ചോദിച്ചതിന് ശേഷം കർമ്മയോധ, കർമ്മയോധ വെച്ചിട്ട് എന്തത്? തോറ്റു അത്രന്നെ. അപ്പൊ വളരെ മോശമാണ്. എന്തത്? കന്മതം, കിലുക്കം, കിരീടം, കന്മതം, കിലുക്കം, പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ കർമ്മയോധ. അത് ഒരു ഇതുണ്ടായിരുന്ന അവിടെ എന്തൊക്കെ മറന്നു ഞാൻ. ബ്ലാങ്ക് ആയി. ആൻസർ കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആ പോയിന്റ് കിട്ടി. എനിക്കൊരു പോയിന്റ്. ഞാൻ ഇതേപോലെ ചോദിക്കില്ല, എനിക്കും പറ്റുമോ? നമ്മുടെ ആൽഫബറ്റ് A to Z ആണ്. ഓക്കെ, Z തൊട്ട് A വരെ 10 സെക്കൻഡിനുള്ളിൽ ചെല്ലണം. എന്താ പറയാൻ പറ്റില്ല? എന്തേ അങ്ങനൊന്നും ഇതാക്കാൻ പറ്റില്ല. ഓക്കെ, എന്നാ വേണ്ട, ഒരു 10 ലെറ്റർ നീ ബാക്ക് അടിച്ച് പറഞ്ഞാൽ നമുക്ക്. Z തൊട്ട്. ഓക്കെ, സ്റ്റാർട്ട്. ZYXW VU TS. എന്നാലേ ഇനി ശരിക്കുള്ളത് ആൻസർ പറ. എന്തിനാ ഞാൻ പറയുന്നത്? അങ്ങനൊന്നുമില്ല. നീ ഇപ്പൊ എവിടെ കിലുക്ക കിരീടം മാത്രല്ലേ പറഞ്ഞേ? ഞാൻ ആൻസർ പറയേണ്ട കാര്യമൊന്നുമില്ല. ചോദിച്ച ആള് ആൻസർ പറയേണ്ട കാര്യങ്ങളില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തീരില്ല ഈ റൗണ്ട്. ഞാൻ പറയുന്ന അക്ഷരം വെച്ചിട്ട് നോർമൽ ആൾക്കാരെ പേര് പറയണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞപ്പോ അനിത, അങ്ങനെ ഓരോ പേരാണ് പറയുന്നത്. ചന്ദ്രലേഖ, സിനിമല്ല, എന്താ ആൾക്കാരുടെ പേരെന്നെ പറയുന്നത്? ചന്ദ്രമുഖി ഒക്കെ ഉണ്ടാവില്ലേ? ചാണക്യൻ, ചന്ദ്രലേഖ, ചന്ദ്രമുഖി, ചാണക്യ, ഇതൊക്കെ സിനിമയുടെ പേര്. ഇതെന്താ ആൾക്കാരില്ലേ ഇവരൊന്നും? ചന്ദ്രലേഖ എനിക്കറിയണ ഒരു പെണ്ണുണ്ട്, ചന്ദ്രലേഖ, ഇന്ദുലേഖയുടെ ചേച്ചി ചന്ദ്രലേഖ. ഞാൻ പറഞ്ഞുതരാം. ചന്ദ്രൻ, ചാർമിള, ചിന്നു. ഇവൾക്ക് തന്നെ പറയാൻ പറ്റുന്നില്ല. കണ്ടില്ല എന്ത് തന്നെ 10 സെക്കൻഡ് കഴിഞ്ഞിട്ട്. എന്താ അതിന് ചന്ദ്രലേഖ പറ്റില്ല, ചാരുഹാസം പറ്റില്ലേ? ഞാനിനി ഇങ്ങനത്തെ ചോദ്യങ്ങളെ ചോദിക്കണല്ലോ. ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത് ലാലേട്ടന്റെ 6-ാം തമ്പുരാൻ എന്ന് പറഞ്ഞ പടത്തിലെ ക്യാരക്ടറിന്റെ നെയ്യ്. ജഗന്നാഥൻ. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, അപ്പൊ എന്തായാലും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അത്. അടുത്ത ക്വസ്റ്റ്യൻ ഭയങ്കര സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു താല്പര്യമില്ല കേൾക്കാൻ. ചിക്കന്റെ 5 ഡിഷസ് ഏതൊക്കെ? സ്റ്റാർട്ട്. ചിക്കൻ ചില്ലി, ചിക്കൻ 65, ചില്ലി ചിക്കൻ, ചിക്കൻ ഗോബി, ചിക്കൻ കാന്താരി, ചിക്കൻ വറുത്തരച്ചത്, ചിക്കൻ ചെട്ടിനാട്. ഓക്കെ, ഇത്ര അധികം ഞാൻ പറഞ്ഞു. ചിക്കൻ ഗോബി എന്താ? എന്തേ, ഞാനടക്കം ചില്ലി ഗോപിക്ക് വരെ ചിക്കൻ ഗോബി ഉണ്ടാക്കാറുണ്ട്. അത് ഒരെണ്ണം എന്തോ തോന്നിയ പേര്. പക്ഷെ 7-8 പറഞ്ഞിട്ട് നീ എടുത്തോ, ഇഷ്ടമുള്ള എടുത്തു. അപ്പൊ ഒരു പോയിന്റ് കിട്ടി. ഓക്കെ ഓക്കെ, ശരി. ഇനി അടുത്ത എന്റെ ഊഴാണ്. ഞാൻ എന്റെ ഒരു കൗണ്ടാണ് ഞാൻ ചോദിക്കുന്ന അവളോട്. അപ്പോ അത് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ, കൗണ്ടിന്റെ കാര്യത്തിൽ കുറച്ച് പിന്നാക്കായിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് ചോദിക്കാൻ കാരണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ആളാകുമ്പോ മോശമാണ് കണക്ക് കൂട്ടാൻ.
ചോദിക്കാണ് 17 + 17 + 17. ഒരു മിനിറ്റ്. 1 മിനിറ്റ് ഒന്നുമില്ല, 10 സെക്കൻഡേ തരാൻ പറ്റുള്ളൂ. 234. 17 അതല്ല അതെല്ലാം ഇപ്പൊ കേട്ടില്ലേ? MBA ഫിനാൻസ് എന്ന് പറഞ്ഞത് 17 + 17 + 17 234. ഈ ലോകത്ത് ഒരാൾക്ക് കിട്ടില്ല ഞാൻ വേറെന്തോ ഓർത്തു. ഒരു ലോകത്ത് ഒരാൾക്ക് പറയാൻ പറ്റില്ല ഈ ആൻസർ. പറയാൻ പറ്റില്ല. എന്താ 17 + 17 + 17 എങ്ങനെ 234? എനിക്കൊരു കാര്യം മനസ്സിലായി. എന്റെ 10 ചോദ്യം ഞാൻ കൗണ്ടാണ് ചോദിച്ചത്. എന്റെ ടീച്ചേഴ്സ് ഒക്കെ കണ്ട എത്ര മോശം. എന്നോട് ഇനി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കും. അതൊന്നും അപ്പൊ എന്റെ ലാലേട്ടന്റെ പടത്തിന്റെ പേര് ഇട്ടാണ്ടായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ. അതൊക്കെ സ്വന്തം മെമ്മറി. ഇത് മെമ്മറിയിൽ വരാത്തൊരു സാധനമാണ്. അതല്ല അക്കൗണ്ട്സ് അതല്ല ഞാൻ പറയാം. കൊമേഴ്സ് സ്റ്റുഡൻസ് എപ്പോഴും കാൽക്കുലേറ്റർ യൂസ് അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും ന്യായമല്ല. തോറ്റിരിക്കുകയാണ്. അടുത്ത ചോദിക്കും. ഇതിനേലും സിമ്പിൾ ക്വസ്റ്റ്യൻ തരാൻ പറ്റില്ല. ഓക്കെ, നോക്കാം. 5 ഡൊമസ്റ്റിക് ആനിമൽസ് സ്റ്റാർട്ട്. ഡോഗ്, കാറ്റ്, പിന്നെ ഹെന്ന്, ഡക്ക്, പിന്നെ കവ്. ഹെന്നും ഡക്കൊക്കെ ബേർഡ്സ് അല്ലേ? ഡൊമസ്റ്റിക് ആനിമൽസ് വരില്ല അല്ലേ? വരില്ല, ഇല്ലാതാ തോന്നുന്നു. ഉറപ്പുണ്ടാ? കവ്, ബഫലോ, ഗോട്ട്, ഡോഗ്, കാറ്റ്. അത് കറക്റ്റ് ആയിരുന്നു. ഹെന്നടക്കുണ്ടോന്ന് അറിയില്ല, നോക്കി നോക്കാം നമുക്ക്. ഇതാരും അറിയണ്ടത്. തല്ലിക്കൊല്ലു. അപ്പൊ പോയിന്റ് കിട്ടിയിട്ടില്ല. ആയിക്കോട്ടെ. നമ്മള് കുറെ ആയിട്ട് UAE ഉള്ളതാണ് നമ്മള്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നത് നമ്മുടെ UAE എമിറേറ്റ്സിന്റെ പേര്. കുവൈറ്റ് കറക്റ്റ് ആണ്. കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കുവൈറ്റ്. എങ്ങനെയുണ്ട് കുവൈറ്റ്? ഉമ്മുൽക്കൈ ഉണ്ടാവും, ഫുജറ ഉണ്ട്, അലൈന്. 5 അല്ലല്ലോ അതിത്തെ പേരുകൾ പറയണേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുവൈറ്റ് പറഞ്ഞ എങ്ങനെ? അപ്പൊ പോയിരിക്കാണ്. എത്ര പോയിന്റ് ആയിരുന്നു? എപ്പോഴും എല്ലാം സിമ്പിൾ ആണെന്ന് പറച്ചില്. മലയാളത്തിലെ 5 പഴഞ്ചൊല്ലുകൾ പറയുക. 5 പഴഞ്ചൊല്ലുകളാ? അങ്ങനത്തെ ഒക്കെ ചോദിച്ച് അറിയാത്ത സ്റ്റാർട്ട് ചെയ്തോട്ടെ. എന്നാ പിന്നെ എനിക്ക് പഴഞ്ചൊല്ലുകളൊന്നും അറിയാത്ത. എന്നാ 3 എണ്ണം പറഞ്ഞാൽ മതി. 3 എനിക്ക് അങ്ങനത്തെ. ആയതോട്ട് ഒരു പ്രാവശ്യം കൂടെ സ്റ്റാർട്ട് ചെയ്യും. പഴഞ്ചൊല്ല ആടും കുതിര, ഓടും കുതിര, വെള്ളം കണ്ടാൽ നിൽക്കും കുതിര. പിന്നെ എങ്ങനത്തെ നീ പറയണത്? പഴഞ്ചൊല്ല് എന്താ? എന്താണ് പഴഞ്ചൊല്ലത് പോലും അറിയില്ല. മലയാളത്തിന് മുന്നേ അപമാനിച്ചു. എന്നാ നീ പറ പഴഞ്ചൊല്ല്. വടി കൊടുത്ത് അടി വാങ്ങുന്നു. നോക്കിട്ട് എന്നെ പറയണോ? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും, മടിയൻ മല ചുമക്കും, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. പഴഞ്ചൊല്ല് എന്താ അറിയില്ല. ഞാൻ തോറ്റിരിക്കുകയാണ്. എനിക്ക് ഇങ്ങനത്തെ അറിയണ്ടായിരുന്നില്ല. സോറി. ഓക്കെ, ഇനി ഞാൻ എന്താ ചോദിക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ, നമ്മുടെ വിജയുടെ 5 സിനിമകൾ. സണ്ടക്കോഴി. കറക്റ്റ് ആണ്. ഫസ്റ്റത്തെ ഓക്കെയാണ്. വിജയ് വിശാലായിരുന്നു നിനക്ക്. ഈ സണ്ടക്കോഴിയായിട്ട് അവിടെ സണ്ടക്കോഴി കിട്ടിയിട്ട് ഇറങ്ങി. സണ്ടക്കോഴി എനിക്കറിയില്ല. എനിക്ക് വേറെ ലാംഗ്വേജിലത്തെ അധികം അറിയില്ല. നന്നായി. അങ്ങനത്തെ ക്വസ്റ്റ്യനും ചോദിക്കരുത്. നെക്സ്റ്റ് സിമ്പിൾ. അതായത് ഒരു ഫിലിമിലെ ഒരു ക്യാരക്ടർ പറയും. ഒരു ഫിലിം നെയിം പറയും. അതിലെ ക്യാരക്ടർ നെയിം പറയും. ക്യാരക്ടർ നെയിം പറയണം. ഞാൻ സത്യം പറഞ്ഞ ക്വസ്റ്റ്യൻസ് പ്ലാൻ ചെയ്തിട്ടില്ല. ഈ സത്യം പറയണ്ട, ഈ നുണ പറഞ്ഞു കുഴപ്പമില്ല. ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഏറ്റവും സിമ്പിൾ.
ഞാൻ സിമ്പിളാ ചോദിക്കുന്നത്. മണിച്ചിത്രത്താഴിലെ മോഹൻലാലിന്റെ ക്യാരക്ടറിന്റെ പേര് സണ്ണി. അതല്ല ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ മാറ്റി. അല്ല ക്വസ്റ്റ്യൻ വേറെയാണ്. അതില് സുധീഷിന്റെ ക്യാരക്ടർ ഇതെന്തത് കിണ്ടിന്നാണ് ഞാൻ വിളിക്കാറുള്ള അവനെ. അതില് വേറെ ശരിക്കും പേരുണ്ട്. കിണ്ടി അത്ര ഉള്ളത്. എന്തത് അത്ര വേറെ എത്ര ആൾക്കാരുണ്ട്? ആ എന്താ എന്താ എന്താന്ന് നിങ്ങൾ ഗസ് ചെയ്യ്. പറ നീ പറ. അതായത് അങ്ങനെയല്ല, ഫിലിം കൊണ്ട് മോൻ കണ്ടുപിടിക്കും. ആദ്യം അവിടെ ഉദ്ദേശിച്ച മോഹൻലാലിന്റെ സുധീഷിന്റെ ചോദിച്ചിട്ട് അറിയണില്ല. എനിക്ക് ഹോംവർക്ക് ചെയ്യപ്പോ സൗകര്യമില്ല. ഞാൻ ഇപ്പൊ 1ാം ക്ലാസ്സിലൊന്നല്ലല്ലോ പഠിക്കും. നീ ഇത് പറഞ്ഞു കൊടുക്ക. അല്ലെങ്കിൽ ഞാൻ ഈ കളി പഠനം ഞാൻ നിർത്തും. നീ പറഞ്ഞു കൊടുക്ക് സുധീഷിന്റെ. ഒരു മിനിറ്റ് ഒന്ന് പറയട്ടെ, തല്ലുകൂടല്ലേ. അതായത് ഇത്രയും ഫേമസ് പടത്തിലെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഇതിനൊക്കെ പേര് കിട്ടാണ്ട് ഓക്കെ. ഞാൻ ഈ കളി മൊത്തം ഞാൻ തോറ്റു, ഞാൻ അംഗീകരിക്കുന്നു. ഒക്കെ ശരി. ഇതിനുള്ള ആൻസർ ഒന്ന് പറ. സുധീഷിന്റെ പേര്. ഒരു മിനിറ്റ് അല്ല, 10 സെക്കൻഡില് നമ്മുടെ ചലഞ്ച്. ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടല്ലേ വന്നിട്ടുള്ളത്. ഓക്കെ നീ പറ. ഞാൻ പറയണതല്ല, ഇത്രയും ഒരു മിനിറ്റ് ഇത്രയും ഫേമസ് ആയിട്ടുള്ള മൂവിയാണ്. അപ്പൊ അതിലത്തെ ക്യാരക്ടർ പറയാത്തോണ്ട് അത് ഭയങ്കര തെറ്റായോണ്ട് അതൊരു ഹോംവർക്ക് ആയിട്ട് തരികയാണ്. ഞാൻ പറഞ്ഞില്ല ഞാനും കളിയിൽ തോറ്റു. ഇത് ചോദിച്ച ആൾക്കറിയണ്ടേ ആ ഉത്തരം. പറയില്ല. സുധീഷിന്റെ ക്യാരക്ടറിന്റെ പേര് ഞാൻ പറയില്ല, അത് ഹോംവർക്കാണ്. ഇത്രയും ഒരു വെറുക്കുന്ന ഒരാളുടെ ജീവിതത്തെ കണ്ടിട്ടുണ്ട് നിങ്ങള്. നോക്ക് വളരെ സിമ്പിൾ ആയിട്ട് അതിനെ കുറിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സുധീഷിന്റെ ഹോംവർക്കാണ് അത്ര. സുധീഷ് പോലും ഇത് കേട്ട് കഴിഞ്ഞാൽ ബോധം കെട്ട് വീഴും. എനിക്ക് വേണ്ട അങ്ങനെ. ഞാൻ അടുത്ത് തരാം. ഓക്കെ. കല്യാണരാമൻ മൂവി എല്ലാവർക്കും അറിയാം. അതിലെ ലാലിന്റെ ക്യാരക്ടറിന്റെ നെയ്യ് എന്താ നീ പറയണ? സുധീഷ് പ്രധാനപ്പെട്ടാണെന്നുണ്ടെങ്കിൽ കല്യാണരാമനിലെ ലാലിന്റെ ക്യാരക്ടർ വല്യേട്ടൻ. മമ്മൂട്ടിയുടെ പുതിയ പടം വല്യേട്ടൻ. അച്ചേട്ടൻ എന്ത് വല്യേട്ടൻ? ആ അത് ഏട്ടാ അച്ചേട്ടാ അല്ല അച്ചേട്ടൻ അത്ര. ഒന്നുമില്ല പോയി. നീ തോറ്റു. അതിന് തോറ്റു. അപ്പൊ 6-6 കേട്ടോ. 6-6. ഇനി ഒരൊറ്റ ചോദ്യം പിന്നെ ഒരു ഇത് എന്ത് നോക്കാം. അതായത് ഇനി രണ്ടുപേരും അങ്ങനെ ചെയ്താൽ മതി. ഒരു ലെറ്റർ പറയും, അതില് 5 സോങ്സ് പറയണം. 5 സോങ്സ് ഞാൻ വിചാരിച്ചു പാടാനാവുന്നു. ജസ്റ്റ് ഒരു ലൈൻ മതി. ലൈൻ പാടല് 10 സെക്കൻഡോട് നടക്കില്ല. പാടണ്ട, ജസ്റ്റ് പറഞ്ഞാ മതി. ഓക്കെ. ലെറ്റർ പറയാൻ പോണേ. സമയമിതപൂർവസായം. ഓക്കെ. സന്ധി കണ്ണീരി സരസ്വതി ഗംഗേ. പാട്ടുകാരനാണ് പറഞ്ഞിട്ട് എന്താ പെട്ടെന്ന് പറയുമ്പോ ആ കൂടി ടെൻഷൻ ആവുക. സാ വെച്ചിട്ട് എന്തോ പാട്ടുണ്ടെന്ന് വെച്ചാൽ സന്യാസിനി ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ സിന്ദൂര സന്ധ്യ ഉണ്ട്. അപ്പൊ 6-6 ആയിരുന്നു. 7-6 എനിക്ക് 7 ആൻസർ പറഞ്ഞില്ലെങ്കിൽ പോയിന്റിലേക്കാണ്. ഇനി ആൻസർ ഞാൻ പറഞ്ഞില്ലെങ്കിൽ തയ്യാവും. ഓക്കെ. അപ്പൊ എന്താ പറയാണ്? ലെറ്റർ ച. ചന്ദനക്കാറ്റേ. ഓക്കെ. ചാഞ്ചാടിയാടി ചാന്ത് കുടഞ്ഞ സൂര്യൻ. ഉറപ്പായിരുന്നു എന്തായാലും അതില് ഞാൻ ജയിക്കുന്ന ഉറപ്പായിരുന്നു. എന്തായാലും ഇത്രയും ടൈം എടുക്കുന്നു. അപ്പോ നമ്മുടെ ഈ ആക്ടിവിറ്റിയുടെ ലാസ്റ്റ് റൗണ്ടാണ്. അപ്പൊ ഞാനിത് ഒരു ഷർട്ട് എടുത്തിട്ടുണ്ട്. ഞാനിത് അത് ഓക്കെ നിന്റെ ആദ്യത്തെ ഓക്കെ ഞാനിത് അവൾക്ക് കൊടുക്കാം. ജയിക്കാനുള്ള പ്ലാനാണ് ഇത്. ഞാൻ എന്റെ മേല് ഇടും. ഇത് 10 സെക്കൻഡിനുള്ളിൽ എന്റെ കുടുക്കിട്ട് തീർക്കണം. അതിന്റെ ബട്ടൺസ് ഇട്ട് തീർക്കണം. ഓക്കെ. 3 ബട്ടൺസ് ഒന്നല്ല, ശരിക്കും ഫുള്ള് ബട്ടൺസ് ഇടണം. ആക്ടിവിറ്റി റൗണ്ട് ഓക്കെ. ഞാൻ തുടങ്ങാണ്. ഓക്കെ. നിങ്ങൾ കാണണം. റെഡി. 1
ഞാൻ കണ്ടിട്ടില്ല ഇതാണ് ബട്ടൺസ്. ഓക്കെ റെഡി? ദാ റെഡി 1 2 3 സ്റ്റാർട്ട്. മൂന്നെണ്ണം അല്ല, ശരിക്ക് തോറ്റിരിക്കാണ്. മൂന്നെണ്ണം ഒന്നും നടക്കില്ല ശരിക്കും. ഇത് ഞാൻ ഇട്ട് കാണിച്ചുതരാം നിനക്ക്. ഞാൻ അതിട്ട് കാണിച്ചുതരാം. ഇത് വേണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 6 എണ്ണം. അവള് പറഞ്ഞ 6 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കോ, 1 2 3 4 5 6. ഇതും കൂടി ചെയ്യണായിരുന്നു. അപ്പൊ ഇത് കണ്ടില്ലേ, ഞാൻ ജയിച്ചിരിക്കാണ്. അപ്പൊ മൊത്തം ടാസ്കിൽ ഞാൻ ജയിച്ചു. അങ്ങനല്ല, ഇത് വെറുതെ കാണിച്ചതാ. അതിന് ലാസ്റ്റ് ഇത് എന്റെ തുറപ്പിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവരാൻ പോകുന്നത്. അതെന്താ ഇതിപ്പോ ഫുള്ള് കണ്ടില്ല, സുധീഷിന്റെ പോലെ അത് അടുത്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആക്ടിവിറ്റി ഹൈക്കോട്ടെ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ സിമ്പിൾ. നിങ്ങൾ എത്ര പ്രാവശ്യമായി കേൾക്കുന്നത്? തരുന്ന ഒന്നുമില്ല, മോളുടെ മുടി ഈ 10 സെക്കൻഡ്സിനുള്ളിൽ ഈ മുടിയാ മാക്സിമം ഞാന് വൃത്തികേടാക്കിയിട്ടുണ്ട്, ചപ്ര പോലെ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഈ മുടീനെ ട്രൈ ചെയ്യാം. ഇതാ അതിനുള്ള ഐറ്റം ഞാൻ കാണിച്ചു തരാം. വേറെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ സെന്റർ എടുത്തിട്ട് ഞാൻ കോമ്പ് പോലും കൊടുത്തിട്ടില്ല, ചീർപ്പുണ്ട് ചെയ്യണ്ട. ഇങ്ങനെ കൈ കെട്ടോ. ഇതുവരെ ചെയ്തിട്ടില്ല. ഞാൻ ടൈം റെഡി അല്ലേ? റെഡി 1 2 3 ഗോ. അതിന്റെ തല വേദനിക്കണ്ടോ? ഇതെന്താ? തോറ്റു. പാപ്പ തോറ്റിരിക്കുന്നു. ആര് ജയിക്കണ ഇഷ്ടം? അതാണ് എന്റെ മൂന്ന്. അപ്പൊ മോളുടെ മുടി കെട്ടാൻ പറ്റാതെ അതിദാരുണമായി ഋഷാമൃത തോറ്റിരിക്കുന്നു. എന്താ ചെയ്യാ? അപ്പൊ ഈ ചലഞ്ച് റൗണ്ടിൽ ആരും ജയിച്ചില്ല. എന്ത് ഞാനാ ജയിച്ചത്? എങ്ങനെ കിട്ടിയില്ലെങ്കിൽ എനിക്കാണ് പോയിന്റ്. മനസ്സിലായി. അപ്പൊ നേരത്തെ തന്നെ കുടുക്കിടാൻ പറ്റാത്തതാ. അപ്പൊ ചലഞ്ച് റൗണ്ടിലും ഞങ്ങള് ടൈ തന്നെയാണ്. അപ്പൊ എന്തായാലും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയൊക്കെ എന്തായാലും. അപ്പൊ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ചാനൽ. നമ്മുടെ ചാനലിന്റെ പേര് നൂർജഹാൻ ആൻഡ് റിഷാം. അപ്പൊ മറക്കണ്ട, അടുത്തുള്ള ബെല്ലൈക്കണിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് നിങ്ങൾക്ക് വേഗം വരുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വ്ളോഗ് നമുക്ക് എല്ലാവർക്കും കാണാം. താങ്ക് യു.